ഇപ്പം അച്ഛൻ്റെ നോവലുകൾ കഥകളൊക്കെ വായിക്കാൻ തുടങ്ങിയത് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ്. എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതികൾ എടുത്തു പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ഏതൊക്കെ ആയിരിക്കും? അതൊക്കെയാണോ ഞങ്ങൾ മനോരഥങ്ങളിലൂടെ കാണാൻ? മനോരഥങ്ങളിലുള്ള ഓരോ കഥയും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. പിന്നെ അതിൽ ഇടം പിടിക്കാതെ പോയ ഒരുപാട് കഥകളുമുണ്ട്. പെരുമഴയുടെ പിറ്റേന്ന്, കൽപ്പാന്തം, ഡാറസ്സലാം, ഒടിയൻ, ഇതൊക്കെ എനിക്ക് അച്ഛൻ്റെ വളരെ ഇഷ്ടപ്പെട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ്. പിന്നെ നോവലുകൾ എടുത്താൽ രണ്ടാമൂഴം, അതിനായിട്ടാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. മഞ്ഞ്, അസുരവിത്ത്, വാരണാസി. എല്ലാത്തിനും കൃത്യമായ ഉത്തരം. അതുപോലെ തന്നെ സിനിമകളെ കുറിച്ച് ചോദിച്ചാൽ MD സാറിൻ്റെ സിനിമകൾ ഏറ്റവും പ്രിയപ്പെട്ടത്? വലിയ ബുദ്ധിമുട്ടാണ്. വടക്കൻ വീരഗാഥ ഞങ്ങൾ മാറ്റി. വടക്കൻ വീരഗാഥ, സതയം, താഴ്വാരം, ആൾക്കൂട്ടത്തിൽ തനിയെ, പരിണയം, നിർമാല്യം, മതി. ഇനി ലിസ്റ്റ് നീണ്ടുകൊണ്ടേ ഇരിക്കും അല്ലേ ലിസ്റ്റ്? എന്നാലും ഒരുപാട് സന്തോഷം മാം. കാരണം എന്താ പറയുന്നത്, ഞാനൊക്കെ നൃത്തത്തിനെ സ്നേഹിക്കുന്ന, ഞങ്ങളൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളെ ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ് വിൽപ്പനയ്ക്ക് വേണ്ടിയും മനോരഥങ്ങൾക്ക് വേണ്ടിയും. ഒപ്പം മോഹൻലാൽ ഈ ട്രെയിലറിൻ്റെ അവസാനം പറയുന്നുണ്ട്, വീണ്ടും കാണാൻ അല്ലേ, കണ്ടുകൊണ്ടിരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനോരഥങ്ങൾ റിലീസാവുമ്പോൾ പ്രേക്ഷകരായി ഞങ്ങൾ വീണ്ടും വീണ്ടും അത് കാണാൻ ആഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ഒരു സിനിമയാകട്ടെ മനോരഥങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി ഒരുപാട് സിനിമകൾ, ഒരുപാട് എഴുത്തുകളൊക്കെ അശ്വതി മാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.